നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. പ്രീ സീസണിലെ അതിപ്രധാനമായൊരു ഘട്ടത്തിലേക്ക് FC ബാഴ്സലോണ കടക്കുകയാണ്. ഇന്ന് FC ബേസലുമായിട്ട് അവർ കളിക്കുന്നു. രാത്രി ഇന്ത്യൻ സമയം 8 മണിക്കാണ് ആ മത്സരം. അത് കഴിഞ്ഞാൽ പിന്നെ ജോയിൻ ക്യാമ്പർ ട്രോഫിയായി. ആ മത്സരം 19-ാം തീയതിയാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. അൽ അഹിലിക്കെതിരെ രാത്രി ഇന്ത്യൻ സമയം 11:30 കളിക്കും. അത് ബാഴ്സയുടെ സീസൺ ഓപ്പണറാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ബാഴ്സലോണയുടെ ഫസ്റ്റ് ടീമിനെ ആരാധകർക്ക് മുന്നിൽ അവതരിപ്പിക്കുന്ന മത്സരമാണത്. അത് കഴിഞ്ഞാൽ പിന്നെ ലലീഗയിലെ തങ്ങളുടെ ആദ്യ മത്സരത്തിൽ എൽച്ചയ്ക്കെതിരെ ഓഗസ്റ്റ് 24 പുലർച്ചെ 1 മണിക്ക് ബാഴ്സ കളിക്കും. ചുരുക്കി പറഞ്ഞാൽ അവസാന വട്ട ഒരുക്കങ്ങളാണ് ഈ നടക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പം ഈ മത്സരത്തിനായിട്ടുള്ള സ്ക്വാഡ് ഇപ്പം ഒഫീഷ്യലി പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. സ്ക്വാഡിലുള്ളത് ഗോൾ കീപ്പർമാരായിട്ട് ജോയൻ ഗാർഷ്യ, ഷെസ്നി, എദർ അലർ എന്നിവർ ഗോൾ കീപ്പർമാരായിട്ട്. ഡിഫൻഡർമാരായിട്ട് സ്ക്വാഡിലുള്ളത് ബാൽദെ, കുബാസി, ക്രിസ്ത്യൻസൺ, ജെറാർഡ് മാർട്ടിൻ, കൂണ്ടെ, എറിക്, കോർട്ടസ്, സാവി എസ്പാർട്ട്, അതുപോലെ പെസ്ക്യോർ എന്നിവരാണ്. മധുരയിലേക്കാണെങ്കിൽ ഫെർമിന്, ഓൽമോ, ബെർണാൽ, ബ്രിയാൻ ഫാഡിനാസ്, ഒഴിയൻ ഗോളൻ എന്നിവരുണ്ട്. ഇനി മുന്നേറ്റ നിരയിലാണെങ്കിൽ ലമീൻ യമാൽ, റഫീഞ്ഞ, ഗോർഡൻ, അഡയമി, ബിസു, പിന്നെ ഹംസ അബ്ദുൽ കരീം, പിന്നെ ടങ്കാഴ എന്നിവരാണുള്ളത്. ബാഴ്സയ്ക്ക് ഇനിയും ചില സൈനിങ്ങുകൾ നടക്കേണ്ടതുണ്ട്. അത് ഏത് സമയത്ത് നടക്കുമെന്നുള്ളതാണ് ഇപ്പോൾ ആരാധകർ ഉറ്റുനോക്കുന്നത്. കാരണം പോയ സീസണിൽ നിന്ന് പല താരങ്ങളും പോയി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളൊരു വിഷയമാണ്. ജാവോ കൺസോലയെ തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ്. അതേസമയം റോബർട്ട് ലെവൻഡോസ്കിയും ഫെറാൻ ടോറസും പോയതോടുകൂടി മികച്ചൊരു നമ്പർ 9 ഇല്ല എന്നുള്ളൊരവസ്ഥയുണ്ട്. അപ്പോൾ സ്ക്വാഡിൽ ഇനിയും കുറേ മാറ്റങ്ങൾ എന്തായാലും വരുത്തേണ്ടതുണ്ട് എന്നാണ് തോന്നുന്നത്. ജാവോ കൺസേലോ, ലെവൻഡോസ്കി, റാഷ്ഫോർഡ്, ഫെറാൻ, റൊണാൾഡോ റൗഹോ, ടെർസ്റ്റഗൻ തുടങ്ങിയവരൊക്കെ സ്ക്വാഡ് വിട്ടു കഴിഞ്ഞു. ടെർസ്റ്റഗൻ കഴിഞ്ഞ സീസണിലും കളിച്ചിട്ടില്ല എന്നുള്ള കാര്യം അവർക്ക്. പക്ഷേ ബാക്കിയുള്ളവരൊക്കെ കഴിഞ്ഞ സീസണിൽ പ്രധാനമായിട്ടും ടീമിലുണ്ടായിരുന്നവർ തന്നെയാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.